വിശ്രമകാലത്ത് സൗഹൃദങ്ങളുടെ പരസ്പരമുള്ള കരുതലിൽ ലോകം മുഴുവൻ യാത്ര. തൃശ്ശൂരിൽ റിട്ടയർമെന്റ് ജീവിതം യാത്രയിലൂടെ ആസ്വദിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. തൃശ്ശൂരിലെ യാത്രികം എന്ന കൂട്ടായ്മയാണ് വേറിട്ട വഴികളിലൂടെ സഞ്ചരിക്കുന്നത്. യാത്ര എന്നാൽ കാണാത്തിടങ്ങൾ കാണാനും സംസ്കാരങ്ങൾ പഠിക്കാനും മാത്രമല്ല, ചരിത്രപരമായ കയ്യൊപ്പുകൾ ഒപ്പിയെടുത്ത് വരും തലമുറകൾക്ക് കൂടി സാക്ഷ്യപ്പെടുത്തണമെന്ന് കൂടിയാണ് ഈ കൂട്ടായ്മ ലക്ഷ്യമിടുന്നത്. ഈ വർഷം കൂട്ടായ്മയിലെ അംഗങ്ങൾ പകർത്തിയ മൊബൈൽ ക്യാമറയിലെ ചിത്രങ്ങളുടെ പ്രദർശനം തൃശ്ശൂരിൽ ലളിതകലാ അക്കാദമിയിൽ 3 ദിവസം നടക്കുകയാണ്. ജീവിതത്തിൽ എല്ലാം കഴിഞ്ഞു, ഇനി വിശ്രമ ജീവിതം എന്ന് പറയുന്നവർ തീർച്ചയായും തൃശ്ശൂരിലെ യാത്രാപ്രേമികളുടെ കൂട്ടായ്മയായ യാത്രികം എന്ന സൗഹൃദത്തിലേക്ക് വരണം. ജോലിയും കുടുംബവുമായി ജീവിതത്തിൻ്റെ 3/4 ഭാഗവും കഴിഞ്ഞവർ ഇന്ന് കാടും മേടും വിവിധ സംസ്കാരങ്ങളെയും പച്ചയായ മനുഷ്യരെയും കാണാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. സർക്കാർ വകുപ്പിൽ നിന്നടക്കം വിരമിച്ച നിരവധി പേരാണ് ഇന്ന് യാത്രകളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയത്. തൃശ്ശൂരിലെ യാത്രാ കൂട്ടായ്മ രൂപീകരിച്ച് 4 വർഷത്തിനിടെ നടത്തിയത് കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലുമായി 55 യാത്രകൾ. ഹായ്, ഞാൻ രാജൻ തലോർ. ഞങ്ങളിപ്പോൾ 4 വർഷമായിട്ട് നമ്മൾ നിരന്തരം യാത്ര നടത്തുകയും യാത്രാ സംഗമങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ്. ഇതിലധികം പേരും വിരമിച്ചവരാണ്. സർവീസിൽ നിന്ന് വിവിധ ജോലികൾ ചെയ്ത് വിരമിച്ചവരാണ്. ഞാനൊരു ഹെഡ് മാഷായിരുന്നു. എന്നെപ്പോലെ തന്നെ അധ്യാപകരും ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തവരും അതുപോലെ തന്നെ വിവിധ തുറകളിൽ നിന്ന് വിരമിച്ചവരാണ് അധികം. ഇവിടുത്തെ ഈ കൂട്ടായ്മയുടെ ഒരു ആവറേജ് പ്രായം നോക്കുകയാണെങ്കിൽ ഒരു 55 വയസ്സാണ്. കഴിഞ്ഞ വർഷം തൊട്ടാണ് യാത്രാ പ്രദർശനമായിട്ട് മൊബൈലിലെടുത്ത യാത്രാ ഇടവേളകളിലെ മൊബൈലിലെടുത്ത ഫോട്ടോകളുടെ പ്രദർശനം ഒരുക്കിയത് കഴിഞ്ഞ വർഷം തൊട്ടാണ്. അപ്പോൾ ഇതിലൂടെ നടന്നുപോയി പ്രദർശനം കാണുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു യാത്രാനുഭവമാണ്. ആ പ്രദേശത്തെക്കുറിച്ച് അറിയുകയും അവിടുത്തെ ഒരു മികച്ച ഫോട്ടോ കാണുകയും ചെയ്യുന്ന വലിയൊരു അനുഭവമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. 10-15 ദിവസമെടുത്ത് വരെയുള്ള യാത്രകളാൽ പ്രകൃതിയെയും സംസ്കാരത്തെയും അടുത്തറിയാനും വിശ്രമകാലത്തെ ആനന്ദകരമാക്കാനും ഇവർ ശ്രമിക്കുന്നു. യാത്രകളിൽ കൂടുതലും സ്ത്രീകളും വിധവകളായവരും ഉണ്ട്. ഇവരൊന്നും ഒറ്റയ്ക്കല്ല എന്ന ഉറപ്പ് യാത്രയുടെ കൂട്ടായ്മ നൽകുന്നതിനാൽ എല്ലാവർക്കും സന്തോഷം. കൂട്ടായ്മയുടെ സുരക്ഷിതത്വമാണ് ഇവരെ യാത്രകൾക്ക് പ്രേരിപ്പിക്കുന്നത്. ഇതോടൊപ്പം വർഷം തോറും കൂട്ടായ്മയുടെ സംഗമവും കലാപരിപാടികളും തൃശ്ശൂരിൽ സംഘടിപ്പിച്ചു വരാറുണ്ട്. 2 വർഷമായി യാത്രയിൽ ഉടനീളം അംഗങ്ങളെടുത്ത മൊബൈൽ ഫോട്ടോകളുടെ പ്രദർശനവും നടത്തിവരുന്നു. എൻ്റെ പേര് ബിന്ദു, മുഴുവൻ പേര് ബിന്ദു വാരിപ്പറമ്പിൽ. നമ്മുടെ ഈ യാത്രയെക്കുറിച്ച് പറയുമ്പോൾ ഇന്നത്തെ ഈ പ്രദർശനം തന്നെ ഞങ്ങളുടെ യാത്രികരുടെ ഒരു ഉത്സവമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കാരണം ഏതൊരാൾക്കാർക്കും നമുക്ക് ഒരു സങ്കോചമില്ലാതെ കൂടെ എല്ലാവരും ഉണ്ട് എന്ന തോന്നലോടെ യാത്ര ചെയ്യാൻ കഴിയുന്നൊരു ടീമാണ് ഞങ്ങളുടെ യാത്ര. ഇപ്പോൾ ഞങ്ങൾക്ക് വരുന്ന യാത്രയിൽ തന്നെ 9 പേരോളം ഞങ്ങൾ സിംഗിൾസാണ്, വിഡോസാണ്. അവരൊക്കെ അത്രയും ആനന്ദം കണ്ടെത്തുന്നത് ഞങ്ങളെ യാത്രയിലൂടെ, കൂട്ടായ്മയിലൂടെയാണ്. അപ്പോൾ ഈ യാത്ര ഞങ്ങൾക്ക് ഓരോ യാത്രികർക്കും നൽകിക്കൊണ്ടിരിക്കുന്ന സന്തോഷം വളരെ എടുത്തു പറയേണ്ടതാണ്. ഇന്നത്തെ ഈ പരിപാടിയിലും അവരെല്ലാവരുടെയും പങ്കാളിത്തം ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ഈ ഉത്സവം ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ആഘോഷിക്കുകയാണ്. ഇത്തവണ കേരള ലളിതകലാ അക്കാദമിയിൽ നടന്ന ചിത്ര പ്രദർശനത്തിൽ അംഗങ്ങൾ ഈ വർഷം യാത്രയിൽ ഉടനീളം എടുത്ത 400ഓളം ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. DSLR ക്യാമറയിൽ എടുത്ത ചിത്രങ്ങൾ എന്ന് തോന്നിപ്പിക്കാവുന്ന മികവ്, മികച്ച ഫ്രെയിം, കമ്പോസിംഗ്, വിട്ടുവീഴ്ചയില്ലാത്ത ക്ലാരിറ്റി, ഇതൊക്കെ ഇവർ എങ്ങനെ നേടിയെടുക്കുന്നു എന്നത് നേരിൽ കണ്ടാൽ എല്ലാവരും ആശ്ചര്യപ്പെടും. 168 പേരാണ് ചിത്രങ്ങൾ സമർപ്പിച്ചത്. 103 സ്ത്രീകളുടെ ചിത്രങ്ങൾ പ്രദർശനത്തിൽ ഉണ്ടായിരുന്നു. 3 ദിവസമാണ് പ്രദർശനം.